ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം കടുപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. നിലമ്പൂരിൽ ഇന്ന് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണം നടത്തുന്നത്. പ്രചരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലേക്ക് എത്തും. LDF സ്ഥാനാർത്ഥി M സ്വരാജ് വഴിക്കടവ് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രചാരണം നടത്തുക. 3 ദിവസം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്ന മുഖ്യമന്ത്രി 7 പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പങ്കെടുക്കും. ജൂൺ 13, 14, 15 തീയതികളിലാണ് കൺവെൻഷൻ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി നടക്കുന്നതിനാൽ ഡൽഹിയിലുള്ള മുതിർന്ന നേതാക്കൾ 7-ാം തീയതിയോടെ മണ്ഡലത്തിലെത്തി ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് ചാർജ് നൽകിയിരിക്കുന്ന നേതാക്കൾ ഇതിനോടകം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ അൻവർ വഞ്ചിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മറുപടി പറയാൻ PV അൻവർ ഇന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പ്രചാരണത്തിനിറങ്ങിയതോടെ തങ്ങൾക്ക് മുൻതൂക്കമുണ്ടെന്നാണ് UDF അവകാശപ്പെടുന്നത്. അമരമ്പലം, ചുങ്കത്തറ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് പ്രചാരണം നടത്തുക. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. മുതിർന്ന നേതാവ് K മുരളീധരൻ 6-ാം തീയതിയോടെ മണ്ഡലത്തിൽ എത്തുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷം സർക്കാർ എന്തു ചെയ്തു, സർക്കാരിന്റെ വീഴ്ചകൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് UDF പ്രധാനമായും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഭരണമാറ്റത്തിന്റെ കേളികൊട്ടാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുകയെന്ന് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 9 വർഷമായിട്ട് ഈ സർക്കാർ എന്ത് ചെയ്തു? നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നുവെന്ന് കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് കൂടി ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് എന്തുകൊണ്ട് ഇതിനു മുമ്പ് 9 വർഷം കാത്തിരുന്ന ശേഷം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരെ എന്തിനു കാത്തിരുന്നു? കേന്ദ്രത്തിന് എന്തുകൊണ്ട് സമീപിച്ചില്ല? ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിൽ ഭേദഗതി വരുത്തണമെങ്കിൽ അതിനുവേണ്ടി എന്തുകൊണ്ട് ഗവൺമെന്റ് കേന്ദ്രത്തെ സമീപിച്ചില്ല? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടാണ് വന്യജീവികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കാനായി മുന്നോട്ട് വരുന്നത്. ഇത് ജനങ്ങൾ വിശ്വസിക്കില്ല. മലയോര മേഖലയിൽ കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല. കർഷകർക്ക് അവർക്ക് അവിടുത്തെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാതെ വരും. കാരണം ഉൽപ്പന്നങ്ങൾ മുഴുവൻ വന്യജീവികൾ കൊണ്ടുപോവുകയാണ്. അവരെ രക്ഷിക്കാൻ 9 വർഷമായി ഒന്നും ചെയ്യാത്ത ഈ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് ക്യാബിനറ്റിൽ ചില തീരുമാനമെടുത്തുകൊണ്ട് കേന്ദ്രത്തെ സമീപിക്കാനായി പോകുന്നത്. ഇതിന്റെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ക്രമസമാധാന നില തകർന്ന, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന, തൊഴിലില്ലായ്മ നേരിടുന്ന സംസ്ഥാനത്തെ ജനങ്ങൾ, നിലമ്പൂരിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾ മുന്നോട്ട് വരണമെന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി പിണറായി സർക്കാർ ഒരു കാവൽ മന്ത്രിസഭയായി തുടരുക മാത്രമായിരിക്കും ചെയ്യുന്നത്. നിലമ്പൂരിന്റെ വികസനം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആര്യാടൻ മുഹമ്മദ് മന്ത്രിയും MLA യും ഒക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ വികസനമല്ലാതെ കഴിഞ്ഞ 9 വർഷക്കാലം ഒരു വികസനം ഇവിടെ ഉണ്ടായിട്ടില്ല. എൻ്റെ അടുത്ത് PK ബഷീർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവന്നു. പ്രതിപക്ഷത്തായിട്ട് പോലും 9 വർഷമായി യാതൊരു വികസനവും ഇവിടെ നടക്കുന്നില്ല. കേരളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ല. അപ്പോൾ ജനവിരുദ്ധമായ ഒരു സർക്കാരിനെതിരായി ഈ നാട്ടിലെ ജനങ്ങൾ വിധിയെഴുതാൻ പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതുകൊണ്ട് UDF ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ വിജയം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അനിവാര്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു പുതിയ ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാകണം. ഒരു ഭരണമാറ്റത്തിന്റെ കേളികൊട്ടാണ് നിലമ്പൂരിൽ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ വൻ വിജയം നൽകണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ രംഗത്തേക്ക് മുന്നോട്ട് പോകുന്നത്. ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചാരണം. ഇന്നലെ കൊച്ചിയിലെത്തിയ മോഹൻ ജോർജ് ബിഷപ്പുമാരായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ന് മൂത്തേടം പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് മോഹൻ ജോർജിന്റെ പ്രചാരണം.
BJP മുതിർന്ന നേതാക്കളും അദ്ദേഹത്തോടൊപ്പം അണിനിരക്കും. ഉപതെരഞ്ഞെടുപ്പ് വരുത്തിവെച്ചതെന്നാണ് NDAയുടെ പക്ഷം. ഭരണവിരുദ്ധ വികാരം അടക്കം ഉയർത്തി വോട്ട് പെട്ടിയിലാക്കാമെന്നാണ് NDA കരുതുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ അദ്ദേഹത്തിൻ്റെതായ നിലയിലാണ് പ്രചാരണം നടത്തുന്നത്. സോഷ്യൽ മീഡിയയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രചാരണ ആയുധം. തൃണമൂൽ സ്ഥാനാർത്ഥിയോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ എന്നത് പ്രസക്തമല്ലെന്നാണ് അൻവറിൻ്റെ പക്ഷം. പിണറായി സത്തെ തകർക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് അൻവർ പറഞ്ഞു. തൃണമൂൽ പിന്തുണയോടെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. UDFൽ നിന്നും LDFൽ നിന്നും വോട്ട് പിടിക്കും. 75,000-ൽ കുറയാത്ത വോട്ടുകൾ തനിക്ക് ലഭിക്കും. കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച അൻവർ സാദത്ത് അപരനാണെന്നും ആര്യാടൻ ഷൗക്കത്തിന്റെ വലം കൈയാണെന്നും അൻവർ ആരോപിച്ചു.